ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഒരു പെൺകുട്ടി അവരുടെ വീടിൻ്റെ അലമാരയിൽ നിന്ന് ഒരുപാട് മാരണ വസ്തുക്കൾ ലഭിച്ചു എന്ന് പറഞ്ഞു. അതെന്താണ് എന്നറിയാൻ വളരെ പേടിയോടെ സങ്കടത്തോടെ, ഒരു രൂപം ഉണ്ട് അതിൽ, പിന്നെ ഒരു തകിടിൽ കുറേ വരയും കുറിയും ഉണ്ട്, പിന്നെ കുറേ അറബി അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അവരുടെ അലമാരയിൽ നിന്ന് ലഭിച്ചത്. അവളും കൊണ്ടുവച്ചതല്ല, അവളുടെ ഭർത്താവും കൊണ്ടുവച്ചതല്ല. ഇതെന്താണ് എന്നറിയാൻ ആകെ പേടിച്ചുകൊണ്ടാണ് എനിക്കതിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നത്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിഹിർ പോലത്തെ തത്സമാവാത്തുമായിട്ട് നല്ല ബന്ധമുള്ള എൻ്റെ ഒരു ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സംഗതിയാണ്. നല്ല കാര്യത്തിന് എന്തായാലും വെച്ചതല്ല, അതൊരു ദുൽമിന് വേണ്ടി ചെയ്തു വെച്ചൊരു പണിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഈ പെൺകുട്ടിയോട് അതിൻ്റെ ബുദ്ധിമുട്ടും ഭവിഷ്യത്തുകളെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. അതവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പരിഹാര മാർഗങ്ങൾ അവർ പറഞ്ഞതനുസരിച്ച് അവരോട് ഞാൻ ഉപദേശിച്ചു കൊടുത്തു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ ഇത്രയും കാലത്തുണ്ടായ, അവർ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ മുന്നോട്ട് പോയത്? അവൾ എന്നോട് പറഞ്ഞു, 4 കൊല്ലത്തോളം വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. 4 കൊല്ലത്തോളം. അതിനുശേഷം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് സമാധാനവും സന്തോഷവും എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങൾ. ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയിലേക്ക് പോകുന്നു. എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കംപ്ലീറ്റ് 4 കൊല്ലമായിട്ട് എൻ്റെ ഒരു മോതിരം പോലും വിൽക്കാത്ത എൻ്റെ ഭർത്താവ് കഴിഞ്ഞ 3 വർഷത്തിനിടെ എനിക്ക് ലഭിച്ച കംപ്ലീറ്റ് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു. ഇങ്ങനെ സമാധാനവും സന്തോഷവും എന്താണെന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞങ്ങൾ മരിച്ചു ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അമ്മായി ഉമ്മക്ക് എന്നോട് ഭയങ്കര ശത്രുതയാണ്. അമ്മായി ഉമ്മക്ക് എന്നോട് ഭയങ്കര ശത്രുതയാണ്. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് തീരെ പിടിക്കുന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഞാൻ 1.5 വർഷത്തോളം വിദേശത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസിച്ചത്. അതെല്ലാം കൂടെ ആയപ്പോഴേക്ക് എൻ്റെ അമ്മായി ഉമ്മക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. എപ്പോഴും എനിക്കെതിരെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മായും എന്നോട് പറയുണ്ടായി, നിന്നെ അതുപോലെ നിൻ്റെ ഭർത്താവിനെ ഞാൻ തമ്മിൽ തെറ്റിക്കും, എൻ്റെ കാലിനടിയിൽ എൻ്റെ മകനെ ഞാൻ കൊണ്ടുവരും എന്ന് ഒരിക്കൽ അമ്മായിമ്മ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സംഗതി ചെയ്യാൻ സാധ്യതയുള്ളത് അമ്മായിയുമ്മയാവാൻ ആണ് എന്ന് ആ പെൺകുട്ടി പറയുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ അള്ളാഹുവിനെ അറിയുള്ളൂ. ഇവിടെ എല്ലാ പ്രേക്ഷകരോടുമായിട്ട് ഞാൻ പറയുന്നത്, ആദ്യം തന്നെ പറയുന്നത്, നമ്മൾ ഒരാളോടുള്ള ദേഷ്യം തീർക്കാൻ ഇത്തരത്തിലുള്ള മാരണ പ്രവർത്തനങ്ങളും സിഹിർ പോലത്തെ വളരെ മോശപ്പെട്ട പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തുമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു അത് സ്വീകരിക്കില്ല. ഒരുപാട് സഹോദര കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളോട് ഈ ടോപ്പിക്ക് ഞാൻ പറയുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ട് മെസ്സേജ് ആയിട്ടും അല്ലാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന ആളുകൾ ഭയങ്കര നിസ്കാരം, ഭയങ്കര ദിക്റ്, സ്വലാത്തിൻ്റെ ഒക്കെ അങ്ങ് ഉസ്താക്കന്മാരായിരിക്കും. എന്നാലോ മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയപ്പെട്ടുകൊണ്ട് സിഹിറും മാരണപ്രക്രിയയും ചെയ്തിട്ട് അനിസ്ലാമികമായ വഴിയിലൂടെ ശൈത്വാനിയായ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരടങ്ങാറാക്കുന്ന പണിയാണ് എടുക്കുന്നത്. എന്തിനാണ് നിസ്കാരം? അള്ളാഹു സൃഷ്ടിച്ചൊരു മനുഷ്യൻ അവരവരുടെ ജീവിതത്തിൽ സന്തോഷത്തിലും സമാധാനത്തിലും പോകുന്നത് ഇഷ്ടപ്പെടാണ്ട് അവർക്കെതിരെ മാരണപ്രവർത്തനം ചെയ്യുകയും ഒരു 100-250 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന പണിയാണിത്. എന്നിട്ട് അവരെ ജീവിതം ഇല്ലാതാക്കുകയും സ്വയം ഭയങ്കര നോമ്പും ഖുർആനോത്തും ദിക്റും തസ്ബീഹും സിയാറത്തുമായി നടന്നുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഖൽബിലേക്കാണ്. നമ്മുടെ ഹൃദയശുദ്ധിയാണോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. നമ്മുടെ പെരിഫറൽ കർമ്മങ്ങൾ മാത്രമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഹൃദയശുദ്ധിയോടെ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വീകാര്യതയുള്ളൂ. ആ ഹൃദയശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ഹൃദയശുദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിഹിറിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് എന്ത് ഹൃദയശുദ്ധിയാണ്? നിങ്ങളുടെ മകനും നിങ്ങളുടെ മരുമോളും തമ്മിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാതെ അവർക്കെതിരെ സിഹിർ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ പോയാൽ ഇവിടെ നശിക്കുന്നത് നിങ്ങളുടെ മകന്റെ കൂടി ജീവിതമാണെന്നൊരു മിനിമം ബോധം വേണം. പല പെണ്ണുങ്ങൾക്കും പല സഹോദരിമാരും അത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ നശിക്കുന്ന നിങ്ങളെ മരോള ജീവിതം മാത്രമല്ല, നിങ്ങളെ മകന്റെ ജീവിതം കൂടിയാണ്. അവനും അവന്റെ
ജീവിത പങ്കാളിയും തമ്മിൽ സമാധാനത്തിലല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരും ഉമ്മമാരും ചിന്തിച്ചോക്ക്, നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുമോ? നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ എന്ത് ഹാപ്പിനെസ്സാണ് കിട്ടുക? മരോളെ വിട്, മരോള് മരിച്ചിട്ടാണെങ്കിൽ മകൻ മരിച്ചിട്ടായാലും വേണ്ടില്ല, എൻ്റെ മരുമകളെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന ആ പഴഞ്ചൻ സിദ്ധാന്തങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയണം. കാലം അപ്ഡേറ്റഡ് ആയി, കാലം പുരോഗമിച്ചു, മനസ്സിൻ്റെ ഉള്ളിലുള്ള വൈകൃതങ്ങളൊക്കെ വലിച്ചെറിയാം. ഒരു പ്രായത്തിനപ്പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാനുള്ള ശ്രമം ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ളവൻ സന്തോഷിക്കുന്നത് നോക്കിയിട്ട് അസൂയപ്പെട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊന്നും നാളെ റബ്ബിൻ്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ സഹോദരിയുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു, എൻ്റെ അമ്മായി ഉമ്മക്ക് ഞാനും എൻ്റെ കെട്ടിയവനും തമ്മിലുള്ള നല്ല ബന്ധം തീരെ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ അവർ വെച്ചതാകാനാണ് സാധ്യത. പിന്നെ ആലിനെ വെച്ചത് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ടോപ്പിക്കിലേക്കൊന്നും ഞാൻ കടന്നില്ല. അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ദിവസവും ചെയ്യാൻ വേണ്ടി പറഞ്ഞ ചില കർമ്മങ്ങളുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കിടക്കാൻ ഒരുങ്ങണ സമയത്ത് ഒരു 11 തവണ നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയാൽ സിഹിർ മാരണം പോലത്തെ സംഗതികളിൽ നിന്ന് നമുക്ക് രക്ഷ ഉണ്ടാകുന്നതാണ്. അതുപോലെ സിഹിർ മാരണം, ഇങ്ങനത്തെ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് പരിശുദ്ധമായ സൂറത്തു മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ്, അതിൻ്റെ കൂടെ ഇഖ്ലാസ് സൂറത്തൂടെ കൂട്ടിയിട്ട് അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഇഖ്ലാസ് സൂറത്തും മുഅവ്വിദത്തൈനിയും അത് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിഹിറിനെ തൊട്ടൊക്കെ നമുക്ക് രക്ഷയുണ്ടാവും. അതൊരു കവചമാണ്. അതുപോലെ മഹാന്മാർ പഠിപ്പിച്ചെന്ന പ്രധാനപ്പെട്ട ചില പരിഹാര മാർഗങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കുക, മൗലിദ് അവധാനങ്ങൾ പോലത്തെ പ്രകീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ സിഹ്ർ പോലത്തതിൽ നിന്ന് നമുക്ക് രക്ഷ ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ഹദീസ് മൗലൂദ് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക, ഒരൊറ്റ ഹദീസ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പദ്യമോ ഗദ്യമോ അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിഹ്റിനെ തൊട്ടൊക്കെ നമുക്ക് രക്ഷയുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മാരണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത്തരം പണിയെടുക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുക, ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് ഇതിന് തിരിച്ചടി തന്നിരിക്കും. അതുകൊണ്ട് മറ്റുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് അമിതമായി കടന്നു കയറി അവരെടങ്ങാറാക്കുന്ന പണിക്കൊന്നും ആരും നിൽക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.